ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബൈ ഷസർ കിച്ചണിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ വെച്ചിട്ട് വീട്ടിൽ ഫ്രീ ടൈമിലൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഇതൊരു പുതിയൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഒരുപാട് റെഫർ ബോണസും അല്ലാതെ ടെലഗ്രാം ബോണസും അതുപോലെ തന്നെ നമുക്ക് ലോഗിൻ ബോണസും ഒക്കെ കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന ബോണസ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ഈ ഒരു ആപ്പിൽ നിന്ന് ഞാൻ ഏൺ ചെയ്ത ക്യാഷ് ഇവിടെ വിഡ്രോ ചെയ്ത് കാണിക്കാം. 2250 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2200 ഞാനിവിടെ വിഡ്രോ ചെയ്യുന്നുണ്ട്. വിഡ്രോ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഓൾറെഡി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സെലക്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഒരുപാട് പേര് മുന്നത്തെ വീഡിയോയിൽ സംശയം ചോദിച്ചിട്ടുണ്ട്, ഈ ബാങ്ക് കാർഡ് എന്ന് വെച്ചാൽ എന്താണ്, പാൻ കാർഡ് ആണോ എന്ന്. അല്ല, ബാങ്ക് കാർഡ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് IFSC, അക്കൗണ്ട് നമ്പർ, നമ്മുടെ പേര്, ബാങ്കിൻ്റെ പേര്, അത് കറക്റ്റായിട്ട് അവിടെ ചോദിക്കുന്നുണ്ട്. അല്ലാതെ നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസോ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏതൊരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണോ അവിടെ കൊടുക്കുന്നത് ആ അക്കൗണ്ടിലോട്ടായിരിക്കും ക്യാഷ് ക്രെഡിറ്റ് ആവുന്നത്. ഇനി ഇത്രത്തോളം ക്യാഷ് എനിക്ക് കിട്ടിയത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ്. ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക, നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഈ കാണുന്ന കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ലോഗിൻ ചെയ്യാനായിട്ട് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 70 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഒട്ടനവധി ബോണസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടെലഗ്രാം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ തന്നെ നമുക്ക് കസ്റ്റമർ കെയറും ടെലഗ്രാം ചാനലിലും കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ടെലഗ്രാം ചാനലിൽ ക്ലിക്ക് ചെയ്തതിന് ഏകദേശം 951 ഫോളോവേഴ്സാണ് ഇതിനുള്ളത്. അതായത് അത്രയും പേര് ഡെയിലി ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ വിഡ്രോ ചെയ്തതിൻ്റെ പ്രൂഫാണ് ഇവിടെ ലൈവായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഏൺ ചെയ്യാനായിട്ടും അതുപോലെ നമുക്ക് റെഫർ ചെയ്തിട്ടും ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇൻവിറ്റേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ലിങ്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. ആ ഒരു രീതിയിലും ഏൺ ചെയ്യാം. ഇനി മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ 3 കാറ്റഗറി ഉണ്ട്: പ്രോഡക്റ്റ് എന്നും ഡെയിലി ഇൻകം, ആക്ടിവിറ്റീസ്. ഈ പ്രോഡക്റ്റിൽ തന്നെ ഏകദേശം 6 പ്ലാൻസ് ഉണ്ട്. അതുപോലെ ഡെയിലി ഇൻകത്തിലും ആക്ടിവിറ്റീസിലും പ്ലാൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഡെയിലി കിട്ടും. അതിൽ നമുക്ക് സൈക്കിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആ സൈക്കിൾ എന്നാണോ തീരുന്നത്, എത്ര ദിവസമാണോ അതിൽ കൊടുത്തിട്ടുള്ളത്, ആ തീരുന്നതിൻ്റെ അന്ന് നമുക്ക് കൊടുത്ത എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉൾപ്പെടെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് നമ്മൾ നേരത്തെ ഞാൻ വിഡ്രോ ചെയ്തതുപോലെ ബാങ്കിൽ തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളോ ടേംസ് ആൻഡ് കണ്ടീഷൻസോ ഒന്നുമില്ല. മിനിമം 200 രൂപയായാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ 70 രൂപ ഉൾപ്പെടെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്ലാൻ എപ്പോഴും എടുക്കേണ്ട പ്രോഡക്റ്റിൽ നിന്നാണ്. പ്രോഡക്റ്റിൽ നിന്ന് മാത്രമേ പിന്നെ ഡെയിലി ഇൻകത്തിലോട്ടും ആക്ടിവിറ്റീസിലോട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റായിട്ട് ഡെയിലി ഇൻകത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 470ൻ്റെ പ്ലാൻസ് എടുത്തു കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് 223 രൂപ വെച്ച് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് 42 ദിവസമാണ് കിട്ടുന്നത്. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ബൈ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ കൺഫേം പ്രോഡക്റ്റ് പർച്ചേസിൽ ഓക്കെ പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു പ്ലാൻ നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ഇൻകം ആണ്. ഡെയിലി ഇൻകത്തിൽ നമുക്ക് ഇതുപോലെ 1 ഡേ പ്ലാനാണ് അവൈലബിൾ. അതായത് 260ൻ്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അടുത്ത പ്ലാൻ നമുക്ക് ആക്റ്റീവ് ആക്കാം. അതുപോലെ ആക്ടിവിറ്റീസിലാണെങ്കിൽ 259ൻ്റെ പ്ലാൻ ഉണ്ട്. അതിൻ്റെ പ്രോഫിറ്റും 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. വളരെ ഈസിയാണ്. ഇതുപോലെ നമുക്ക് മൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബോണസ് കോഡ്, പാസ്വേഡ്, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം എന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മൈൻ എന്ന ഓപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി ഹോം പേജിൽ തന്നെ റീചാർജ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടുന്ന എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3000 സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും പല ചാനലുകളും നമുക്ക് കാണാം. അതിൽ ഏത് കാറ്റഗറിയാണോ നമുക്കിഷ്ടം ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് റീചാർജ് നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫോൺ പേ, പേടിഎം, ഗൂഗിൾ പേ ഏത് രീതിയിൽ വേണമെങ്കിലും റീചാർജ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്തും നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് പേടിഎത്തിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോകും. ഇല്ലെങ്കിൽ UPI കോപ്പി ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഇവിടെ പേടിഎത്തിൽ കൂടെ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. പേടിഎം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഡയറക്റ്റ് പേടിഎത്തിലോട്ടായിരിക്കും പോകുന്നത്. അവിടുന്ന് സാധാരണ മൊബൈൽ ഫോണൊക്കെ റീചാർജ് ചെയ്യുന്ന പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. റീചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു UTR നമ്പർ കിട്ടും. അത് നമ്മൾ റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു UTR നമ്പർ കോപ്പി ചെയ്യാനായിട്ട്, അത് UPI റെഫർ നമ്പറാണ്. അവിടെ നിന്ന് കോപ്പി ചെയ്യുക, നേരത്തെ കണ്ട പോർഷൻസിലോട്ട് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് സബ്മിറ്റ് ചെയ്ത് ഒരു 5 അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ റീചാർജ് ചെയ്ത എമൗണ്ട് ഫുള്ളായിട്ട് അതിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. വളരെ സിമ്പിളാണ് ഇതിൽ റീചാർജ് ചെയ്യാനും ഏൺ ചെയ്യാനും ഒക്കെ. പ്രത്യേകിച്ച് നമ്മൾ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നും പരാതി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.